അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു ഫാബ്രിക് പെയിന്റിംഗ് പഠിച്ചാലോ? ഞാൻ ഫാബ്രിക് പെയിന്റിങ്ങിൽ ഒട്ടുമേ ക്ലവറല്ല, ഞാനിത് പഠിച്ചിട്ടുമില്ല. എന്നിരുന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ലെന്നൊരു വിശ്വാസം കൊണ്ട് ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു കോൺഫിഡൻസ് അതല്ലേ എല്ലാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചാടി നോക്കി. ഇതിന്റെ നല്ലൊരു ടോപ്പ്, ശരിക്കും പറഞ്ഞാൽ നല്ല തിന്നാണ്, നല്ല സുഖം ഇടാന്. പക്ഷെ അകത്ത് എന്തെങ്കിലും വെസ്റ്റ് വേണം, നല്ല വൈറ്റ്. ഇതിൽ എന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും പിന്നെ ഇത് പുറത്തിടാൻ കൊള്ളത്തില്ല, അതും വൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഫാബ്രിക് പെയിന്റിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ക്ലോത്തിന്റെ കണ്ടോ ആ 1 ലെയറിന് അടിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കട്ടിയുള്ളൊരു ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാടോ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് വെക്കുക കേട്ടോ. അപ്പം അപ്പുറത്തെ തുണിയിൽ ഇത് പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഫാബ്രിക് പെയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്രിലിന്റെ ആണ് കേട്ടോ. അക്രിലിക് കളേഴ്സ്, ഇത് ബ്ലാക്കും റെഡുമാണ്. ഇനി എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തു വരുമ്പോൾ എനിക്ക് വേറെ കളർ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം, എവിടം വരെ എത്തുന്നെന്ന് അറിയണ്ടേ. നിങ്ങൾ കൂടെ ഉണ്ടാണ് കേട്ടോ. പലതരത്തിലുള്ള ബ്രഷുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഫാബ്രിക് പെയിന്റിങ്ങിന് വേണ്ടി തന്നെ ഷാർപ്പായിട്ടുള്ള ബ്രഷുകളും നമുക്ക് ഒത്തിരി ടൈപ്പിലെ ബ്രഷുകൾ വാങ്ങാൻ കിട്ടും. ഞാൻ സാധാരണ ഒരു ബ്രഷ്, ഞാൻ വലിയ പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, തിന്നായിട്ടുള്ള നമുക്ക് വരച്ചാൽ നന്നായിട്ട് വരും എന്ന് തോന്നുന്ന ഒരു ബ്രഷാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നോക്കിക്കോളൂ, ഞാനൊരു ശകലം ഇതിലേക്ക് മുക്കിയിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, അത് നമുക്ക് ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ആദ്യം ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം കറക്റ്റ് ആയിരിക്കുന്നേ, വിശ്വാസം അതല്ലേ എല്ലാം. കണ്ടോ, നമ്മളിതിനെ പല രീതിയിലേക്ക് പല ആംഗിളിലേക്ക് വരച്ചു വിടുന്നു ഇതുപോലെ. കണ്ടോ, ഇത് മൊത്തത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ചന്തമായിരിക്കും, ഇല്ല ചന്തമാക്കും നമ്മൾ. അതല്ലേ നമ്മുടെ കഴിവെന്ന് പറയുന്നത് അല്ലേ. നമ്മളതിനെ എന്തും ആക്കും. നമ്മൾ ഒന്നിനും പുറകോട്ട് നിൽക്കരുതേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാനാ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ചെയ്തോന്നേ. നമ്മൾ എന്തോരം ഫാബ്രിക് പെയിന്റുകൾ കണ്ടേക്കുന്നത്, കാക്കാശിനും കൊള്ളത്തിലും ചിലപ്പോൾ തോന്നിയത് എന്താ ഇത്. എന്നാലും പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര പ്രിട്ടിയായിട്ട് അവർ ഇട്ടുകൊണ്ട് കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. കണ്ടോ, ചുമ്മാതെ ഒന്നുമില്ല, ചുമ്മാ നീട്ടി വരയ്ക്കുക, ബ്രാഞ്ചസ് വരയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കൈ കിട്ടുന്ന എല്ലാ ബ്രാഞ്ചസും വെച്ച് കീച്ചിക്കൂ. നമ്മളോട് ആരും ചോദിക്കാനില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സ്വന്തം തുണി നമുക്ക് ഇഷ്ടമുള്ള എല്ലാം പോലെ നമ്മൾ വരച്ച് കീച്ചു. എന്താ, നമുക്കിത് ഏത് നമ്മുടെ ടീഷർട്ടുകളിലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോളുകളിലൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. വേറെ രീതിയിലത്തെ പ്രിന്റിങ് ആണെങ്കിലും ഒക്കെ കേട്ടോ. ചുരുക്കം പറഞ്ഞ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ എനിക്കിത് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചാലും ഭംഗിയായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ബ്രാഞ്ചസ് വരെ എൻ്റെ കുഞ്ഞു നാളിൽ എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ പടം വരയ്ക്കാൻ കേട്ടോ. അന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുമായിരുന്നു, ചുമ്മാ ബുക്കുകളിലൊക്കെ. ആ ഒരു ഓർമ്മയാണ് എന്നെ ഇപ്പം ഇതിൽ കൊണ്ട് എത്തിച്ചേക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ ഒന്നും ചെയ്ത് നമ്മളെ ആരും ഒന്നും പറയത്തില്ല. ശരിക്കും പറയുവാണെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ അവസ്ഥ ഇപ്പൊ ഇതാ. എല്ലാരും ഇങ്ങനെ ഒരു ലീഫോ ഒന്നുമില്ലാതെ ജീവനില്ലാതെ നിൽക്കുക, മരച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം അവരെയൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഉണ്ടോ, ഞാൻ വീടിന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മരങ്ങളിൽ ഒന്നും ഇലയില്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണങ്ങി നിൽക്കുക. പക്ഷെ ഇവരെ നമുക്കൊന്ന് ഭംഗിയാക്കണം. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മാത്രം പോരല്ലോ, ഇവർക്ക് നമുക്കൊരു ജീവൻ കൊടുക്കണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പാറ്റേണും പറഞ്ഞു തരാനില്ല. നിങ്ങൾ ഇന്ന് സൈഡിൽ നിന്ന് ഇത് മാത്രം ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന പോലെ ഒരു ചെറിയ വര ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒന്നും നോക്കേണ്ട കാര്യമില്ല, വെച്ച് ഈച്ചിക്കോ. ഞാൻ ഏറ്റു കേട്ടോ. ഇത് നന്നായിട്ട് വരുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്, ചുമ്മാ അങ്ങ് ചെയ്യുക. പക്ഷെങ്കിൽ വരുന്നുണ്ടോ, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ്. ഒക്കെ ശരിയാക്കോളും.
ഓക്കെ, അപ്പൊ നമ്മുടെ വരകളൊക്കെ തീർന്നു. ഞാൻ ഇതിലും കൂടുതൽ എന്തായാലും ഇതിനെ ഡാർക്ക് ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ഭാഗത്തൊക്കെ ഡാർക്ക് കളറും ലൈറ്റർ ഷെയ്ഡും എല്ലാം കൂടെ ഒരു മിക്സ് വേർഷനാണ്. എനിക്കൊന്ന് അത് തന്നെയാണ് എന്റെ ഭംഗി. എല്ലാം ഡാർക്ക് ആയിട്ട് നിന്ന് അത്ര ഒരു ഭംഗി വരത്തില്ല കേട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ റെഡ് കളറിലെ ഇതേ ഫെബ്രിക്രിൽ കേട്ടോ. കാണാനോ നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ബ്രഷിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മറ്റു ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കുക. ഇത് നല്ല ഷാർപ്പ് ആയിട്ടുള്ള ബ്രഷാണ്. നിങ്ങൾ കണ്ടോ? ഇത് നമുക്ക് ഐബ്രോ ഒക്കെ ചെയ്യാൻ സൂപ്പർ കേട്ടോ. ആ ടെക്നിക്കൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാനിത് നമ്മുടെ റെഡ് കളർ, നല്ല സുന്ദരി റെഡ് കളറിലോട്ട് അങ്ങോട്ട് മൂക്കി തകർക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഞാൻ മുകളിൽ നിന്ന് തുടങ്ങുക. ഞാൻ താഴെ നിന്ന് തുടങ്ങിയാൽ പിന്നെ എൻ്റെ കൈ അവിടെ ഇവിടെയൊക്കെ മുട്ടത്തില്ലേ. അതുകൊണ്ട് മുകളിൽ നിന്ന് നമുക്ക് ചെയ്തു വരാം. ഇതുകൊണ്ട് ഒരു പണിയില്ല. ഞാൻ ആദ്യം ഒരു ഫ്ലവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനുശേഷം ഞാൻ ഓർത്തു വേണ്ട, എല്ലാവർക്കും അത് ചിലപ്പം പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു നമുക്കൊരു വട്ടം വരയ്ക്കാമെന്ന്. ഞാൻ വെറും വട്ടമല്ല വരയ്ക്കുന്നത്, ബ്രഷും കൊണ്ട് ഓവൽ ഷേപ്പിൽ ഒരു വട്ടം വരയ്ക്കും. പക്ഷെ അതിനകത്ത് ആ വൈറ്റ് കളർ കാണണം കേട്ടോ. നമ്മുടെ തുണിയുടെ വൈറ്റ് കളർ അതിനകത്ത് കാണുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ മുട്ടുകളേലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ ഈ ബ്രാഞ്ചസിൻ്റെ അറ്റത്തും വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ വിട്ട് തരികയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തു. കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് വിട്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തുണിയാണ്, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിനപ്പം എന്താണ് തോന്നുന്നത് നിങ്ങൾ ആ രീതിയിൽ അങ്ങ് ചെയ്തു. ഞാൻ ചെയ്യണമെന്ന് പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രം. ഈ ഫാബ്രിക് പെയിൻറ് ഒരിക്കലും പോവത്തില്ല കേട്ടോ. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഇന്നാൾ ഫാബ്രിക് പെയിൻറ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഞാൻ ആ തുണി എത്ര പ്രാവശ്യം ഇട്ടു, എത്ര പ്രാവശ്യം വാഷിംഗ് മെഷീനകത്ത് ഇട്ടാന്നറിയാം കഴുകിയെടുത്തേ. നമ്മൾ സാധാരണ കൈകൊണ്ട് ചെയ്താൽ പിന്നെ പറയണ്ടേ. വാഷിംഗ് മെഷീനകത്ത് ഞാൻ കഴുകിയ സാധനമാണ്. നല്ല ടെമ്പറേച്ചറിലിട്ടാണ് ഇവിടുത്തെ തുണി വാഷ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അതിനൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ അതോർത്ത് ഇനി വിഷമിക്കേണ്ട. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫാബ്രിക് പെയിൻറ്റുമാണിത്. ഫെവിക്രിലിൻ്റെ കേട്ടോ. അതുകൊണ്ട് ഡോണ്ട് വറി, ധൈര്യപൂർവ്വം വെച്ച് കീച്ചിക്കോ. ഞാൻ ഏറ്റു. ഇതിന് എന്തൊക്കെയോ ഒരു ചന്തം വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം? അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല. ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, ഞാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ മുഴുവൻ വരച്ച് തീർന്നിരിക്കുന്നത് കേട്ടോ. ഇത് വരയ്ക്കുമ്പോഴേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ആ വട്ടത്തിനടുക്കൊരു വെള്ള കാണണം കേട്ടോ. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ വട്ടം വരച്ചെടുക്കാൻ. കാണാൻ നല്ല ഭംഗി ഇപ്പം തോന്നില്ലേ? ആ വൈറ്റിലോട്ട് ബ്ലാക്കും റെഡും വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ കളർ ബ്രാഞ്ചസിൻ്റെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഈ ബ്ലാക്കും റെഡും വൈറ്റിലും വരുന്നൊരു കോമ്പിനേഷൻ സൂപ്പർ അല്ലേ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നാട്ടിലാണെങ്കിൽ നല്ല ചൂടാണ്, നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടും അല്ലേ? നമ്മൾ പറയത്തില്ലേ പപ്പടം പോലെ ഉണങ്ങി കിട്ടുന്നത്, അതുപോലെ ചെയ്യും. പക്ഷേ ഇവിടെ ആകുമ്പോൾ എനിക്ക് തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഡ്രയർ ഉപയോഗിച്ചത്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഓർത്ത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഗ്ലിറ്റേഴ്സ് ഒക്കെ ഒന്ന് കൊടുത്താലോ എന്ന് വെച്ചാൽ നമ്മുടെ റൈൻ സ്റ്റോൺസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അതിൻ്റെ തിളക്കം കൂടെ ഒക്കെ വരുമ്പോൾ ഇതങ്ങ് കത്തി നിൽക്കും, നല്ല രസമായിരിക്കും. പക്ഷെ ഇത് മുഴുവൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒട്ടി ഇതിന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ബ്രാഞ്ചസും ബ്ലാക്കും വൈറ്റും എല്ലാം വന്നപ്പോഴേക്കുള്ള ആ കോമ്പിനേഷൻ തന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. എനിക്കിത് മോർ ദാൻ എനഫ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു റൈൻ സ്റ്റോണുകളോ സീക്വൻസുകളോ എന്ത് വെള്ളം പിടിപ്പിച്ചതിനെ കൂടുതൽ മനോഹരമാക്കാം. ഞാനിത് എന്തായാലും നിങ്ങളെ ഇട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമില്ല ഞാൻ ഇട്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.